നമസ്കാരം. മലയാളത്തിലെ മികച്ച മർഡർ മിസ്റ്ററി സിനിമകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അതിൽ ആദ്യത്തെ 5 സിനിമകളെ നമ്മൾ പാർട്ട് 1-ൽ പരാമർശിച്ചിരുന്നു. ഇന്ന് ഈ വീഡിയോയിൽ അടുത്ത 5 സിനിമകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ സിനിമ 1990-ൽ എസ് ബാസുരേന്ദ്രന്റെ തിരക്കഥയിൽ KG ജോർജ് സംവിധാനം ചെയ്ത ഈ കണ്ണികൂടി. സായികുമാർ, തിലകൻ, അശ്വിനി, സുകുമാരി, ജഗദീഷ് തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിലെത്തിയത്. സെക്സ് വർക്കറായ കുമുദം അവരുടെ വീട്ടിൽ മരിച്ചു കിടക്കുന്നത് സുഹൃത്തായ തോമസ് കാണുകയും പോലീസിൽ അറിയിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ആ മരണത്തെക്കുറിച്ചുള്ള രവീന്ദ്രൻ എന്ന പോലീസ് ഓഫീസറുടെ അന്വേഷണമാണ് ഈ കണ്ണികൂടി എന്ന ചിത്രം പറയുന്നത്. ആ അന്വേഷണം കുമുദത്തിന്റെ ജീവിതത്തിലേക്കും വെളിച്ചം വീശുന്നുണ്ട്. ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് പോകുന്നതും ബന്ധപ്പെടുത്തുന്നതുമൊക്കെ ഈ കണ്ണികൂടി എന്ന സിനിമയുടെ അവതരണത്തിന്റെ മികവ് കൂടെയാണ്. മലയാളത്തിലെ അണ്ടർ റേറ്റഡ് ആയ ത്രില്ലറുകളിൽ ഒന്നായി കൂടെ ഈ കണ്ണികൂടി എന്ന ചിത്രത്തെ പരിഗണിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ ചിത്രം 1990-ൽ മണിസ്വാമിയുടെ തിരക്കഥയിൽ മോഹൻ സംവിധാനം ചെയ്ത് മോഹൻലാൽ, നാസർ, രഞ്ജിനി, സുകുമാരൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ മുഖം. ഒരു സീരിയൽ കില്ലറുടെ കഥയാണ് ചിത്രം പറയുന്നത്. ഒരു തെളിവും അവശേഷിപ്പിക്കാതെയുള്ള കൊലപാതകങ്ങൾ. അന്വേഷണത്തിനായി ACP ഹരിദാസ് IPS. അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയേണ്ട തോന്നുന്നു. കണ്ടിട്ടില്ലെങ്കിൽ കാണാവുന്ന ഒരു സിനിമ തന്നെയാണ് മുഖം. മോഹൻ എന്ന സംവിധായകന്റെ സിനിമകൾ കുറച്ചൊക്കെ ആഘോഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും മോഹൻ എന്ന സംവിധായകൻ അത്രയധികം മലയാള സിനിമയിൽ ആഘോഷിക്കപ്പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരവസരം കിട്ടിയപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. 2 പെൺകുട്ടികൾ, പക്ഷേ, രചന, അങ്ങനെ ഒരു അവധിക്കാലത്ത് അങ്ങനെ ഒട്ടനവധി ശ്രദ്ധേയമായ സിനിമകൾ എടുത്തൊരു വ്യക്തി കൂടിയായിരുന്നു മോഹൻ. മോഹന്റെ ഒരു നല്ല സിനിമയായിട്ട് തന്നെയാണ് മുഖം കണക്കാക്കപ്പെടുന്നത്. മുഖം എന്ന സിനിമയിൽ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് അതിലെ ഒരു പ്രധാന കഥാപാത്രത്തിന്റെ കാസ്റ്റിംഗ് ആണ്. ആ കാസ്റ്റിംഗ് വന്നു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് അത് വലിയൊരു പ്രഡിക്റ്റബിലിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടോ അറിയില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് ആ സിനിമ കാണുമ്പം പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കുറച്ച് ആ കഥാപാത്രത്തെ അദ്ദേഹം ചെയ്തു എന്നുകൊണ്ട് മാത്രമാണ് അങ്ങനെ തോന്നിയിട്ടുണ്ട്. മൂന്നാമത്തെ ചിത്രം 2007-ൽ ജീത്തു ജോസഫ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് സുരേഷ് ഗോപി ഡബിൾ റോളിൽ വന്ന ഡിറ്റക്റ്റീവ്. രാഷ്ട്രീയ നേതാവ് കൂടെയായ മോഹൻകുമാറിന്റെ ഭാര്യ രശ്മി വീട്ടിൽ മരിച്ചു കിടക്കുന്നത് രാവിലെ ആകുമ്പോൾ നാട്ടുകാർ അറിയുന്നതോടുകൂടിയാണ് സിനിമ തുടങ്ങുന്നത്. ആ സമയത്തെ രാഷ്ട്രീയ സാഹചര്യം കൂടെ കണക്കിലെടുത്ത് അങ്ങനെ ഒരു സ്പേസിലാണ് സിനിമ കഥ പറയുന്നത്. എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ തന്നെ കേസ് അന്വേഷിക്കണമെന്നുള്ളത് കൊണ്ട് ശ്യാം പ്രസാദ് കേസ് അന്വേഷണം ഏറ്റെടുക്കുന്നു. മോഹൻകുമാറിന് ശ്യാം പ്രസാദിനുമിടയിൽ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ സത്യം എന്താണ് എന്ന് പറയുകയാണ് ഡിറ്റക്റ്റീവ് എന്ന ചിത്രം. ശ്യാം എന്ന കഥാപാത്രത്തിന്റെ ഹെയർ സ്റ്റൈൽ അടക്കം സിനിമയിലേക്ക് ആകർഷിക്കാത്ത ഘടകമായാണ് അനുഭവപ്പെട്ടതെങ്കിലും നല്ല ത്രില്ലർ എന്നതിൽ തർക്കമില്ല. കാര്യങ്ങളെ കുറെ കൂടെ സയന്റിഫിക് ആയി തന്നെ ജീത്തു ജോസഫ് ഈ സിനിമയിൽ പരിഗണിച്ചിട്ടുമുണ്ട്. നാലാമത്തെ ചിത്രം 1990-ൽ പത്മരാജന്റെ തിരക്കഥയിൽ ജോഷി സംവിധാനം ചെയ്ത ഈ തണുത്ത വെളുപ്പാങ്കാലത്ത്. ജസ്റ്റിസ് T വാസുദേവ് കൊല്ലപ്പെടുന്നതോടെയാണ് ചിത്രം ആരംഭിക്കുന്നത്. കൊല്ലപ്പെടുക മാത്രമല്ല, ചില പ്രത്യേകതകൾ കൂടെ ആ സ്ഥലത്ത് കാണാൻ സാധിച്ചു. വൈകാതെ അദ്ദേഹത്തിന്റെ സുഹൃത്തായ കുവൈത്ത് മണിയും കൂടെ കാർ ആക്സിഡന്റിൽ മരണപ്പെടുന്നു. സത്യം കണ്ടുപിടിക്കാൻ പോലീസ് ഓഫീസർ ഹരിദാസ് ദാമോദരൻ IPS അന്വേഷണം ഏറ്റെടുക്കുന്നു. സീരിയൽ കില്ലർ ആണോ ഇതിന് പിറകിൽ? അങ്ങനെയാണെങ്കിൽ ആര്? എന്താണ് കാരണം? ആരൊക്കെയാണ് സംശയത്തിൽ? മമ്മൂട്ടി, സുരേഷ് ഗോപി, സുമലത, നെടുമുടി വേണു, ലാലു അലക്സ്, മുരളി തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിലെത്തുന്നത്. കണ്ടില്ലെങ്കിൽ കണ്ടു നോക്കാവുന്ന ഒരു സിനിമ തന്നെയാണ് ഈ തണുത്ത വെളുപ്പാങ്കാലത്ത്. സുരേഷ് ഗോപിയുടെ പ്രകടനം കൂടെ ഈ സിനിമയിൽ എടുത്തു പറയേണ്ടതാണ്. അഞ്ചാമത്തെ ചിത്രം, ഇത് കാണാത്ത മലയാളി ഉണ്ടോ അല്ലേ? 2013-ൽ ജീത്തു ജോസഫ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് മോഹൻലാൽ, മീന, ആശാ ശരത്, കലാഭവൻ ഷാജോൺ, സിദ്ദിഖ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ ദൃശ്യം. മലയാളത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്ന്. ജോർജ് കുട്ടിയുടെ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളെക്കുറിച്ച് ഞാൻ വീണ്ടും പറയേണ്ടതില്ല എന്ന് തോന്നുന്നു. ഈ സിനിമകളിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമകൾ ഏതൊക്കെയാണ്? ഇതല്ലാതെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മർഡർ മിസ്റ്ററി ത്രില്ലറുകൾ മലയാളത്തിൽ വന്ന ഏതൊക്കെയാണ്? ചിലപ്പോൾ നമുക്ക് മിസ്സായതുണ്ടാവാം. ഇനിയും പറയാനുണ്ട് കുറച്ച്. നമുക്ക് പാർട്ട് 3-ൽ ബാക്കി സിനിമകളെ കുറിച്ച് പറയാം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.